കണ്ണൂർ തളിപ്പറമ്പ് കരിമ്പത്ത് അടിപിടി കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതിന് പിന്നാലെ വയോധികനെ കാണാതായെന്ന് പരാതി. CPMകാർ നൽകിയ വ്യാജ പരാതിയിലാണ് വയോധികനെ കേസിൽ പ്രതി ചേർത്തതെന്നും അച്ഛനെ കാണാതായതിൽ പോലീസ് വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നില്ലെന്നും മകൻ രൂപേഷ്. സംഭവത്തിൽ റൂറൽ പോലീസ് മേധാവിക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 28-ാം തീയതി മുതലാണ് കരിമ്പത്തെ ടി കൃഷ്ണനെ കാണാതായത്. പ്രദേശത്ത് നടന്ന അടിപിടിയുമായി ബന്ധപ്പെട്ട് CPMകാർ കൃഷ്ണനെതിരെ പരാതി നൽകിയിരുന്നു. ഇതിന്റെ പേരിലാണ് പോലീസ് കൃഷ്ണനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. തൊട്ടു പിന്നാലെ കൃഷ്ണനെ കാണാതായി. സംഭവവുമായി കൃഷ്ണന് യാതൊരു ബന്ധവുമില്ലെന്ന് മകൻ പറയുന്നു. കേസിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും ആരോപണം. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഒരു കേസ് നമ്മുടെ പേരിൽ പോലീസുകാർ എടുത്തിട്ടുണ്ട്. അതിന് ഒപ്പിടാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു കള്ളക്കേസാണ്, എന്തായാലും വരൂല പറഞ്ഞു. അതിനുശേഷം അച്ഛനെ 11:39 അച്ഛനെ വിളിക്കുന്നു. അപ്പോൾ അച്ഛനായിട്ട് കിടന്ന് കുറേ സമയം പോലീസുകാർ സംസാരിച്ചു എന്ന് അമ്മ പറഞ്ഞു. അമ്മ കേട്ടിനി പറയുന്നത്. പിന്നെ അതിനുശേഷം ഉച്ചക്ക് 1 മണിക്ക് അച്ഛൻ വീട്ടിൽ നിന്ന് പോയതാണ്. പിന്നെ എന്നാന്ന് പോലീസുകാർ പറഞ്ഞത് നമുക്കറിയില്ല. അപ്പോൾ അച്ഛനെ അറിയില്ല എന്നാ പറഞ്ഞത്. ഇന്നേക്ക് 18 ദിവസമായി കാണാണ്ടായിട്ട്. ആ 1/2 മണിക്കൂർ മിസ്സിങ് കൊണ്ട് പിന്നെ അച്ഛൻ തീരെ കാണാതാവുന്നു. പിന്നെ നമ്മൾ 6 ദിവസം ഞാൻ കണ്ടിന്യൂ ആയിട്ട് അവിടെ പോയിട്ട് അന്വേഷിച്ചിനി. രാവിലെ പോകും, വൈകുന്നേരം 9 മണിക്കാണ് ഞാൻ തിരിച്ചു വരല്. പക്ഷെ അതിനൊന്നും ഇതും കിട്ടില്ല. പക്ഷെ ഒരാൾക്കാർ അവിടെ കണ്ട് ഇവിടെ കണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എന്നാലും ഒരു വ്യക്തതയില്ല ആർക്കും. പനി പിടിച്ച് വീട്ടിൽ കിടന്ന ആളെയാണ് കള്ളക്കേസിൽ കുടുക്കിയതെന്നും കുടുംബം പറയുന്നു. അച്ഛനൊരു തന്നെ ഉണ്ടായിരുന്നു, പനിയായിട്ട് കാണിച്ചിട്ട് കിടക്കലാണ്. അച്ഛന് സുഖം ഉണ്ടായില്ല. അച്ഛൻ്റെ എപ്പോൾ ആ വിഷമം പറഞ്ഞു കൊടുക്കലുണ്ട്. ഞാൻ അങ്ങനെ ഒരു വീട്ടിലും അടിക്കാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല. എനിക്ക് പനിച്ചിട്ട് സുഖമില്ലാണ്ട് ഞാനിവിടെ കിടക്കില്ലെന്ന്, പിന്നെ ഞാൻ എങ്ങനെയാ പോവാന്ന്. പോലീസ് വേണ്ട രീതിയിൽ കേസ് അന്വേഷിക്കുന്നില്ലെന്ന് ആരോപിച്ച് മകൻ റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകി. CPMകാർ നൽകിയ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നയങ്ങളെ ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള പ്രതികാര നടപടിയുടെ തുടർച്ചയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ജനം, കണ്ണൂർ.